കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പരിധി വിട്ടതായി ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. സാമൂഹ്യ മാധ്യമത്തിലെ പ്രചാരണങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്. റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാലി, മുഖ്യമന്ത്രി ചർച്ചകളിൽ കടുത്ത അതൃപ്തി ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും പലതരത്തിലുള്ള പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ഉയരുന്നു നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ കടുത്ത ഒരു അതൃപ്തി അല്ലെങ്കിൽ ഒരു പരിധി വിട്ടെന്ന് ഇനി ഇങ്ങനൊരു ചർച്ചകൾ വേണ്ട എന്നുള്ള നിലപാട് ഹൈക്കമാൻഡ് എടുക്കുന്നത്? ഷിഹാസ് കീർത്തന, കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങിയത് വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെയായിരുന്നു. ആദ്യം അത് സാധാരണ ഒരു ചർച്ചയായിരുന്നെങ്കിൽ പിന്നീടത് സൈബർ പോരിലേക്ക് കളം മാറി. അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കിയെന്ന വിലയിരുത്തൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. കാരണം പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിരാശയുണ്ട്. മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ വളരെ മോശമായ രീതിയിലേക്ക് എത്തിക്കാൻ ഈ ചർച്ച വഴിയൊരുക്കിയെന്നാണ് വിലയിരുത്തൽ. ഇതിൽ വളരെ പെട്ടെന്ന് ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടാകാനുള്ള ഒരു കാരണം പ്രത്യേകിച്ച് UDFിലെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം കൂടിയാണ്. പരസ്യമായി പലവട്ടം മുസ്ലിം ലീഗ് ഈ ചർച്ചയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു. പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട അതൃപ്തി അതവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് കർശനമായി നിയന്ത്രിക്കാൻ, ഈ ചർച്ചകൾ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. നിലവിൽ ഈ ചർച്ചകൾക്ക് വിലക്കേർപ്പെടുത്തിയെങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രചാരണം തുടരുന്നുണ്ട്. പലയിടങ്ങളിലും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബോർഡുകളാണ്. ആ ബോർഡുകളിൽ കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്. ആ കാര്യം ദീപാദാസ് മുൻഷി തന്നെ VD സതീശനെ ടെലിഫോണിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ബോർഡുകൾ വയ്ക്കുന്നത് അനാവശ്യമാണ്, ഇത്തരം ചർച്ചകളും അനാവശ്യമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്. ശരി, എന്തായാലും ലീഗിന്റെ ഭാഗത്ത് നിന്നടക്കം ഇതിനകം തന്നെ ഇതിൽ കടുത്ത അതൃപ്തി മുന്നറിയിപ്പുകളൊക്കെ ലഭിച്ച സാഹചര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചാരണങ്ങൾ ശക്തമാവുകയാണ്. വിലക്കിട്ടിട്ടും മുഖ്യമന്ത്രി ചർച്ചകൾ അത് പലയിടത്തും തുടരുന്ന സാഹചര്യമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. റോഷിപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.